പറമ്പിലാണെങ്കിലും അതേപോലെ തോട്ടത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ പുല്ല് കിളിച്ച് വരുന്നത് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ പരലുപ്പാണ് വേണ്ടത്. പിന്നെ വേണ്ടത് വിനാഗിരി, പിന്നെ വേണ്ടത് സോപ്പ് പൊടി. അപ്പോൾ ഇത് 3 സാധനം മാത്രം മതി നമ്മുടെ അടുക്കളയിലുള്ള വെറും നിസ്സാരമായ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പുല്ലൊക്കെ ഉണക്കി കിട്ടാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പരലുപ്പാണ്. പരലുപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങളെ വീട്ടിൽ പുല്ല് ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഉണക്കി കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. മണ്ണെണ്ണ എവിടെയും കിട്ടാനില്ല, എന്നാലും ഉള്ളവർ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മണ്ണെണ്ണയുടെ സ്മെല്ലടിച്ചിട്ട് തന്നെ നമ്മളെ ഇഴജന്തുക്കൾ, കാരണം പ്രത്യേകിച്ച് പാമ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും തന്നെ ആ ഭാഗത്തോട്ടേ വരത്തില്ല. ഈ സ്മെല്ല് മണ്ണിനകത്ത് എത്ര നാൾ വേണേലും ഇത് കിടന്നോളും, ആ മണ്ണെണ്ണയുടെ സ്മെല്ല്. അപ്പോൾ അത് കാരണം ഇഴജന്തുക്കളെ കൊണ്ട് നമുക്ക് ശല്യം കാണത്തില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. ആ വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ നമുക്കതിൻ്റെ പവർ അത്രയും കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട്, അതേപോലെ വിനാഗിരി, പിന്നെ കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മണ്ണെണ്ണയും സോപ്പ് പൊടിയും വിനാഗിരിയും അതേപോലെ തന്നെ കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണെണ്ണയുടെ അളവ് ഞാൻ ഇച്ചിരി കൂടുതലാണ് ഒഴിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി കുറച്ച് ഒഴിച്ചത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇതേപോലെ സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ ഇതേപോലെ കുപ്പിയിൽ മൂടിക്കകത്ത് ഹോളിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഇതേപോലെ ഒഴിച്ച് കൊടുത്താൽ തന്നെയും വൈകുന്നേരങ്ങളിലാകുമ്പോഴത്തേനും അതൊന്ന് വാടി നിൽക്കും. അപ്പോൾ പിറ്റേ ദിവസം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗത്തെല്ലാം ഇതെല്ലാം ഒഴിച്ച് ഉണങ്ങി പോയതാണ്. കുറച്ച് കിളിച്ച് വന്ന ഭാഗത്താണ് ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ വൈകുന്നേരം ആകുമ്പോൾ വാടി കരിയാൻ തുടങ്ങും. പിറ്റേ ദിവസം കൂടെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ചെടികളിലൊന്നും വീഴാൻ പാടില്ല, കാരണം അതെല്ലാം ഉണങ്ങിപ്പോവും. അത് മാത്രമല്ല മണ്ണെണ്ണയും കൂടെ ഉണ്ട്. അപ്പോൾ മണ്ണെണ്ണയ്ക്ക് നല്ലൊരു പവറാണ്. മണ്ണെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തൊന്നും ഇഴജന്തുക്കളൊന്നും വരത്തില്ല. അങ്ങനെ നമുക്ക് ഒരു ഗുണം കൂടെ ഉണ്ട് മണ്ണെണ്ണ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. ചെടികളിലൊക്കെ ഒഴിക്കാതെ നമ്മൾ വീഴാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ കുറച്ച് ഉള്ള ഭാഗത്തെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ ഒഴിച്ചിട്ട് ഉണങ്ങിയ സ്ഥലത്താണ് കണ്ടോ. ബാക്കിയെല്ലാം അതെല്ലാം ഉണങ്ങിപ്പോയതാണ് കാണുന്നതെല്ലാം.